പിണറായിയുടെ നവകേരള സദസ്സിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പനാനയും 20 പിടിയാനകളും കൂടിയിട്ടുള്ള യാത്ര. അതാണ് മഞ്ചേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് സമാപിച്ച ഒരു മഹാദുരന്തത്തിന്റെ യാത്ര. കഴിഞ്ഞ 9 വർഷത്തെ പിണറായി ഭരണം ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കുമ്പോൾ അൻപേ പരാജയം എന്ന ഒറ്റ ഉത്തരത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുക. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മോശപ്പെട്ട ഭരണമാണ് രണ്ടാം പിണറായി സർക്കാർ കാഴ്ചവെച്ചത് എന്നത് വ്യക്തമായും ജനങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. രണ്ടാം തവണയും ഭരണം കയ്യിലെത്തിയപ്പോൾ അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് സർക്കാർ ജനങ്ങൾക്ക് നേരെ കാട്ടിയിട്ടുള്ളത്. എല്ലാ വകുപ്പുകളും വെറും നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് കേരള ജനത കണ്ടത്. അതിനിടെ നടത്തിയ നവകേരള യാത്ര പോലും ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പിണറായി സർക്കാരിന്റെ മോശം പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും മോശം വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ യാതൊരുവിധ തർക്കവുമില്ലാതെ ആദ്യം പറയേണ്ടത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പൂർണ്ണമായ ഒരു പരാജയമാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പ് ഏറ്റവും മോശം വകുപ്പ് എന്ന് പറയുമ്പോൾ മറ്റ് വകുപ്പുകൾ മികച്ചതാണോ എന്നൊരു മറുചോദ്യം കൂടി ഇവിടെ വന്നേക്കാം. രണ്ടാം പിണറായി സർക്കാരിലെ മിക്ക വകുപ്പുകളും ഭരണത്തിൽ 0 മാർക്കിന് മുകളിലേക്ക് നേടാനാവാതെ ഇപ്പോഴും കിടനിഴയുകയാണ്. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് തള്ളുമ്പോഴും ആരോഗ്യ വകുപ്പിന്റെയും അവസ്ഥ മറിച്ചല്ല. എന്തായാലും ജനങ്ങളെ കയ്യിലെടുക്കാനായി നവകേരള യാത്ര എന്നൊരു പാഴ് യാത്ര പിണറായി വിജയൻ നടത്തുകയുണ്ടായി. കോടികൾ പൊടിച്ചുകൊണ്ട് ജനങ്ങളെ ചൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. റിവോൾവിംഗ് ചെയർ അടക്കം മുഖ്യമന്ത്രിക്കുള്ള ശൗചാലയം വരെ ഒരുക്കിക്കൊണ്ടുള്ള നവകേരള ബസ് ഇപ്പോൾ മ്യൂസിയത്തിൽ വെക്കാൻ പോലും കൊള്ളാത്ത അവസ്ഥയിൽ അങ്ങ് ഡിപ്പോയിൽ കിടക്കുന്നുണ്ട് എന്നാണ് അറിവ്. എന്തായാലും പിണറായി സർക്കാർ അവസാന വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ നവകേരള യാത്രയെക്കുറിച്ച് കെ മുരളീധരൻ പറഞ്ഞ ചില വാക്കുകൾ ഒന്നുകൂടി ഓർത്തു പോവുകയാണ്. നവകേരള യാത്രയെക്കുറിച്ചും ആ ബസിനെ കുറിച്ചും വർണ്ണിച്ചുകൊണ്ട് മുരളീധരൻ നടത്തിയ ആ പഴയൊരു പ്രസംഗം ഇപ്പോൾ ഒന്നുകൂടി കേട്ടു നോക്കാം. പിണറായിയുടെ നവകേരള സദസ്സിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പനാനയും 20 പിടിയാനകളും കൂടിയിട്ടുള്ള യാത്ര. അതാണ് മഞ്ചേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് സമാപിച്ച ഒരു മഹാദുരന്തത്തിന്റെ യാത്ര. ആനവണ്ടി പോയ സമയത്ത് തെങ്ങിൻ്റെ പൊട്ടയും പഴക്കൊലയുമായിട്ടാണ് ജനങ്ങൾ അതിനെ വരവേറ്റതെങ്കിൽ ഈ യാത്രയെ കരിങ്കൊടിയും ഷൂ ഒക്കെ കൊണ്ടാണ് ജനങ്ങൾ നേരിട്ടത്. ഏതായാലും പിണറായിയുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായി. ഒരു ലക്ഷറി കോച്ചുള്ള യാത്ര. ലക്ഷറി കോച്ചിൻ്റെ ചെലവ് തന്നെ 1.5 കോടിയാണ്. അപ്പോൾ ആ യാത്ര തുടങ്ങിയ കാലത്ത് നമ്മുടെ പഴയ മന്ത്രി AK ബാലൻ പറഞ്ഞു, യാത്ര പൂർത്തീകരിച്ചാൽ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ സൂക്ഷിക്കും. പക്ഷെ യാത്ര പൂർത്തിയായപ്പോൾ ബസ്സല്ല മ്യൂസിയത്തിൽ സൂക്ഷിച്ചത്. ആ ബസ്സിൻ്റെ ഉടമസ്ഥൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെയാണ് അവസാനം മ്യൂസിയത്തിൽ കയറ്റിയത്. ബസ്സിൻ്റെ അവസ്ഥ എന്താ? ഞാൻ ചോദിക്കുന്നത്, 20 മന്ത്രിമാരെയും കൊണ്ടൊരു യാത്രയുടെ ആവശ്യമുണ്ടായിരുന്നു. ബസ്സിൽ മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേക ഇരിപ്പിടം, അത് കറങ്ങുന്ന കസാല. അതായത് പുറകിലുള്ള മന്ത്രിമാർ വല്ല ചിരിക്കുകയോ തമാശ പറയുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കറക്കാം കസാല. അതിനു പുറമെ ബസ്സിൽ നിന്ന് 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങാം, ഹൈഡ്രോളിക് ലിഫ്റ്റ്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ മുട്ടിന് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 സ്റ്റെപ്പ് ഇറങ്ങാൻ തക്കവണ്ണം മുട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ്. നേരെ സ്റ്റേജിലേക്ക് പോവുകയാണ്, ഇടവും വലവും നോക്കുന്നില്ല. നേരെ സ്റ്റേജിൽ ചെല്ലുന്നു, മൈക്ക് എടുക്കുന്നു, UDFനെ 4 ചീത്ത വിളിക്കുന്നു, സ്വന്തം ഗവൺമെൻറ്റിൻ്റെ ഇല്ലാത്ത മഹത്വം ഉണ്ടാക്കി പറയുന്നു. അവസാനം പറയുന്നു, കേന്ദ്രം ഞങ്ങൾക്കൊന്നും തരുന്നില്ല. നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. കേന്ദ്രത്തിനെ കുറിച്ച് ആകെ പരാതി, ഞങ്ങൾക്ക് കക്കാനുള്ള വിഹിതം തരുന്നില്ല. അത് കഴിയുന്നു, നേരെ ബസ്സിൽ കയറി തിരിച്ചു പോകുന്നു. ഇതിനെല്ലാം പുറമെ ബസ്സിൻ്റെ അകത്ത് ഒരു ശൗചാലയം കൂടെ ഘടിപ്പിച്ചിരുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കക്കൂസ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ തിരുവല്ലയിൽ ഒരു ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താൻ. അത് കഴിഞ്ഞാൽ പിന്നെ കോന്നിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയും ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സഖാവിൻ്റെ വീട്ടിൽ കയറിയാൽ മതിയല്ലോ. ഇതിൻ്റെ അകത്ത് നടന്ന് പെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കക്കൂസ് വെച്ചു. ഇതിന് പുറമെ ആ ബസ് തിരിക്കാൻ വേണ്ടി സർവ്വ വിദ്യാലയങ്ങളെയും മതിലും പൊളിച്ചു. മതിൽ പൊളി യാത്രയായിരുന്നു. ഇടുക്കിയിലെ തൊടുപുഴയിൽ ചെന്നപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ മതിലാണ് പൊളിച്ചു. അവിടെ പൊളിക്കാൻ വിദ്യാലയങ്ങളൊന്നും കിട്ടിയില്ല. ഗസ്റ്റ് ഹൗസിൻ്റെ മതിൽ പൊളിച്ചു.
ഈ യാത്ര സമാപിച്ചപ്പോൾ ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട്, കേരളത്തിലെ ഏത് പ്രശ്നത്തിനാണ് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? കേരളത്തിൽ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞോ? എത്ര പേര് ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നു? പ്രായം ചെന്ന 2 സ്ത്രീകൾ ഭിക്ഷാടനം നടത്തിയത് നമ്മൾ ടി വിയിൽ കണ്ടല്ലോ, പത്രത്തിൽ വായിച്ചല്ലോ. അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതി പറഞ്ഞില്ലേ, ദൂർത്തടിക്കാൻ നിങ്ങൾക്ക് കാശുണ്ട്, ക്ഷേമ പെൻഷന് കാശില്ലേ എന്ന് ചോദിച്ചില്ലേ? അത് UDF-കാരല്ലല്ലോ പറഞ്ഞു, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയല്ലേ പറഞ്ഞു. ഇവിടെ ആന്റണി പറഞ്ഞ നെൽകർഷകരുടെ, റബ്ബർ കർഷകരുടെ കാര്യം. ഇവിടെയും ആത്മഹത്യകൾ നടന്നു. പാലക്കാട് ജില്ലയിൽ നടന്നിട്ട് ആത്മഹത്യകൾ. നെല്ല് സംഭരിക്കാൻ പറഞ്ഞു, നെല്ല് സംഭരിച്ചു. അവസാനം സംഭരിച്ച നെല്ല് കിളിർക്കാൻ തുടങ്ങി. കാശ് കിട്ടിയോ? റബ്ബറിന് താങ്ങുവില 250 രൂപ പ്രഖ്യാപിച്ചു. തന്നോ സംസ്ഥാന സർക്കാർ? ഈ യാത്രയിൽ UDF ബഹിഷ്കരിച്ചപ്പോൾ ചില ആളുകളൊക്കെ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടില്ലേ? ഞാൻ ആലോചിക്കുകയാണ്, ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് എത്ര നല്ല കാര്യം. കാരണം UDF-ന്റെ MLA-മാർക്കും MP-മാർക്കും ആ സദസ്സിൽ ചെന്നാലത്തെ അനുഭവം എന്താ? ഭരണകക്ഷിയിലെ 3 പേരുടെ അനുഭവം കണ്ടല്ലോ. തുടങ്ങിയ കാസർഗോഡ് നിന്ന് മട്ടന്നൂരെത്തിയപ്പോൾ ആദ്യത്തെ ഡോസ് കിട്ടിയത് ശൈല ടീച്ചർക്കാണ്. ടീച്ചർ കുറച്ച് കൂടുതൽ പ്രസംഗിച്ചതിന് പരസ്യശാസനം. ടീച്ചറോടുള്ള ദേഷ്യം തീരാഞ്ഞിട്ട് ടീച്ചറുടെ ഭർത്താവിന് ഒട്ടും കൊടുത്തു പകുതി ഡോസ്. അദ്ദേഹം അവിടുത്തെ പഴയ മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹം ചോദിച്ചു എങ്ങനെയുണ്ട് ഞങ്ങളുടെ സദസ്സ് എന്ന് ചോദിച്ചു. അപ്പോൾ പിണറായി പറഞ്ഞു, ആളില്ലാത്ത മഞ്ചേശ്വരത്ത് പോലും നമ്മുടെ സഖാക്കൾ കുറേ ആളുകളെ കൊണ്ടിരുത്തിയിരുന്നു. ഇത് നമ്മുടെ പാർട്ടി ഗ്രാമമുള്ള സ്ഥലമാണ്, ഇവിടെ അത്രയൊന്നും ആൾ പോരാ. അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. തൃശ്ശൂരെത്തിയപ്പോൾ CPI-യുടെ MLA CC മൂന്നൻ, അദ്ദേഹം പറഞ്ഞു ഈ യാത്ര പൊളിക്കാൻ പോലീസ് നോക്കിയെന്ന് പറഞ്ഞു. പക്ഷെ മൂന്നൻ ഒരു കാര്യത്തിൽ ബുദ്ധി പോയില്ല. പോലീസ് പൊളിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ പോലീസ് മന്ത്രി ആരാണെന്ന് മൂന്നൻ ഓർമ്മ വന്നില്ല. പിണറായി പറഞ്ഞു, തനിക്ക് ഈ സ്ഥലമേ കിട്ടിയുള്ളൂ യോഗം വയ്ക്കാൻ. ഇപ്പോൾ ഭരണകക്ഷിയിലെ 2ാമത്തെ ഡോസ് കിട്ടി. 3ാമത് പാലയിലെത്തിയപ്പോൾ പാവൻ ചാഴിക്കാരൻ ഇവിടെ നല്ല സുഖമായിട്ട് കഴിഞ്ഞിരുന്നായി. എന്തോ ഒരാവശ്യത്തിന് വികാരത്തിന് അപ്പുറത്ത് പോയി. അവിടെ ചെന്നു, പാലയിൽ ചെന്നു, റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു. പിണറായി പറയാണ്, ഇതൊന്നും പറയേണ്ട സ്ഥലം ഇതല്ല. ഈ മാന്യ വ്യക്തിക്ക് എന്തിനാണ് ഈ നവകേരള സദസ്സെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിലും നല്ലൊരു അവഹേളനം കിട്ടാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പിന്നെ പാലിൽ റബ്ബറിനെ കുറിച്ചല്ലാണ്ട് പിന്നെ മറ്റെന്തിനെ കുറിച്ചാണ് പറയുക? ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ഇത് ബഹിഷ്കരിക്കാനെടുത്ത തീരുമാനം ഏറ്റവും നന്നായി എന്ന് ഇപ്പം തോന്നുക. മാത്രമല്ല, ഈ ദൂരത്തിന് കൂട്ടു നിൽക്കണ്ട. ഈ യാത്രയിലൊക്കെ പ്രഭാത ഭക്ഷണം കൊടുത്തു. ആർക്കാ കൊടുത്തത്? എന്താണ് പൗരപ്രമുഖൻ്റെ ഡെഫിനിഷൻ? എന്താ? ആരാ പൗരപ്രമുഖർ? പിന്നെ ഈ വിളിച്ച് ചായ കൊടുത്തിട്ട് വല്ല ഉപകാരം നിങ്ങൾക്കുണ്ടായോ? ഈ ചായ കുടിച്ച പല വിദ്വാന്മാരും 2 വള്ളത്തിലും ചവിട്ടുന്നവരായി. അവരവിടെ നിന്ന് ചായയും കുടിച്ച് വന്ന് ദഹിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് നിൽക്കണം കേട്ടോ, ഈ പിണറായിനെ താഴെ ഇറക്കണം, ധിക്കാരം സഹിച്ചുകൂടാ. ഏത് അവിടെ നിന്ന് ചായ കുടിച്ച് ദഹിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പ്രഭാത സദസ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മെച്ചമുണ്ടായി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. സംഭരണത്തിന് കാശില്ല. ഇവിടുത്തെ നേരത്തെ പറഞ്ഞല്ലോ, എന്താ ഇവിടുത്തെ സപ്ലൈകോന്റെ അവസ്ഥ എന്താ? മഹാഭൂരിപക്ഷം സ്ത്രീ തൊഴിലാളികളാണ് സപ്ലൈകോയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം വടകരയിൽ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന 4-5 സ്ത്രീകൾ വന്ന് അവർ പറയുകയാണ്, സാധനങ്ങളില്ല കൊടുക്കാൻ. കാരണം സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല, സർക്കാരിന് കാശില്ല. മാത്രമല്ല, വാങ്ങിയ സാധനങ്ങൾ വിൽക്കാനും കഴിയുന്നില്ല. 13 ഐറ്റങ്ങളുടെ സബ്സിഡി എടുത്തുകളെ. ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തിക്ക് തൊട്ട മുമ്പുള്ള കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ അതേ വില സപ്ലൈകോവിൽ, പിന്നെ ആരാ സപ്ലൈകോ വരെ നടന്നു പോവുക? കാരണം സബ്സിഡി എടുത്തു കളഞ്ഞു. അപ്പോൾ സിവിൽ സപ്ലൈസിൽ
ഇതിൽ സപ്ലൈകോവിൽ സാധനങ്ങൾക്ക് ഒരേ വില, പല സാധനങ്ങളും കിട്ടാനില്ല. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ പറയുന്നത്, പിന്നെ ഞങ്ങളെങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നില്ല. അവരോട് പറയാണ്, ഇത്ര ലക്ഷത്തിൻ്റെ സെയിൽസ് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളവുമില്ല. ഇപ്പം 4-5 മാസമായിട്ട് അവർക്ക് ശമ്പളവുമില്ല. ഇത് തന്നെയാണ് മാവേലി സ്റ്റോറിലെ സ്ഥിതി. പഞ്ചസാര കിട്ടാനില്ല. പഞ്ചസാര കിട്ടാണ്ട് പിന്നെ മാവേലി സ്റ്റോറിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ മസാലയില്ലാത്ത മസാല ദോശ തിന്നുന്ന പോലെ. പഞ്ചസാരയില്ല, പിന്നെ എന്തിനാ മാവേലി സ്റ്റോറിൽ എന്താ കാര്യം? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. ഇതിനൊന്നിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പറയാണ് കേന്ദ്രം പണം തരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം തമിഴ്നാടിന് കൊടുക്കുന്നുണ്ടോ കാശ്? തമിഴ്നാടിന് അർഹതപ്പെട്ട വീതം കൊടുക്കുന്നില്ല. കാരണം സ്റ്റാലിൻ BJP ആണ്. പക്ഷെ അവിടെ വികസനം നടക്കുന്നില്ല. ഉണ്ട്. എങ്ങനെ വികസനം നടത്തുന്നത്? ദൂർത്തൊഴിവാക്കി ഉള്ള വരുമാനം കൊണ്ട് വികസനം നടത്തുന്നു. അത് തന്നെയാണ് ഇന്നലെ വരെ രാജസ്ഥാനിൽ ഉണ്ടായത്. അത് തന്നെയാണ് ഇപ്പൊ കർണാടകത്തിൽ ചെയ്യുന്നത്. ഇവിടത്തെ ക്ഷാമെന്ന് പറയുന്നത് കേന്ദ്രം തരാത്തതിന്റെ കണക്ക് പറയുന്നതിന്റെ കാരണം എന്താ? പിണറായി പറഞ്ഞു കേരളത്തിലെ UDF MPമാരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും ആന്റണി ഉൾപ്പെടെ ഞങ്ങൾ ഡിസംബർ 13-ാം തീയതി മറ്റേ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു. അവർ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ കിഫ്ബിയുടെ പേരിൽ കുറെ കടം വാങ്ങിയല്ലോ, നിങ്ങൾക്ക് ഒരു വർഷം വാങ്ങാവുന്ന പൊതുക്കടം, ആ കടത്തിൻ്റെ കൂടെ ഞങ്ങൾ ഇതും കൂട്ടിയിട്ടുണ്ട്. ഇതും കടം തന്നെയല്ലേ കിഫ്ബിയുടെ? അതാണ് ഇവിടെ പ്രശ്നം. അല്ലാണ്ട് മറ്റേ പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾ കൊടുക്കാണ്ടൊന്നുമില്ല. പക്ഷേ എല്ലാവരും വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ വർഷം ഞങ്ങൾ പിരിച്ചെടുക്കേണ്ട 3100 കോടി ഈ വർഷം പിരിക്കുന്നില്ല. പക്ഷെ ഇത് ഉൾപ്പെടെ അടുത്ത വർഷം ഞങ്ങൾ പിരിക്കും. ആ ദിവസമാണ് കേരളം സുപ്രീം കോടതിയിൽ പോയത്. അവർ പറഞ്ഞു, നിങ്ങളുടെ മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ, കണക്ക് ഞാൻ അവിടെ പറഞ്ഞോളാം, അവിടെ വെച്ച് ഞാൻ കണ്ടോളാം. ഞാൻ ചോദിക്കുന്നത്, കിഫ്ബി തുടങ്ങിയ കാലത്ത് ഞങ്ങൾ പറഞ്ഞതല്ലേ ഈ ഏർപ്പാടിന് പോണ്ടാന്ന്? ഇവിടെ എത്രയും റോഡുകളും പാലങ്ങളും ഉണ്ടായി കേരളത്തിൽ. അന്ന് ഈ കിഫ്ബി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വകയായിട്ട് ഉണ്ടാക്കിയൊരു സംരംഭം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതാ വെള്ളത്തിലായിട്ടുള്ളത്. ഇപ്പം പൊതു കടമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടബാധ്യത വർദ്ധിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളം എങ്ങനെ മുന്നോട്ട് പോവും? അപ്പോഴാണ് ഈ ദൂർത്ത്, ബസ്സിൻ്റെ പേരിൽ ദൂർത്ത്, നവകേരള സദസ്സിൻ്റെ ദൂർത്ത്. ആ സദസ്സിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് 5 ദിവസം നടത്തിയ കേരളീയത്തിൻ്റെ ദൂർത്ത്. കേരളീയം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ട് എന്തായി? എന്നെ കാണാൻ എന്തൊരു ജനായിരുന്നു. ദോഷം പറയതല്ല, ജനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റേജിൽ പിണറായി മാത്രമല്ല ഉണ്ടായിരുന്നത്, മമ്മൂട്ടി മോഹൻലാലും ഉണ്ടായിരുന്നു. അപ്പം മമ്മൂട്ടി ആരാധിക്കുന്നവരും മോഹൻലാലിനെ ആരാധിക്കുന്നവരും ഒരുമിച്ച് ചേർന്നാൽ തന്നെ വലിയൊരു ജനക്കൂട്ടാവുമല്ലോ. അല്ലാണ്ട് ഈ തിരുമുഖം കാണാൻ ആരാ വരിക? അപ്പം അതിൻ്റെ പേരിൽ നടത്തിയ ദൂർത്ത് ഇങ്ങനെ. അതുപോലെ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വയ്ക്കാൻ 25 ലക്ഷം രൂപ, അതിന് നിങ്ങൾക്ക് കാശുണ്ട്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും, നട്ടലിന് ക്ഷതമേറ്റിട്ട് പോലും അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെച്ചിരുന്നില്ല. ആ ക്ലിഫ് ഹൗസിൽ എന്തിനാ 25 ലക്ഷത്തിൻ്റെ ലിഫ്റ്റ്? തൊഴുത്തിന് 49 ലക്ഷം, ചാണകത്തിന് ചാണക കുഴിക്ക് കഴിഞ്ഞ തവണ 5 ലക്ഷം രൂപ വെച്ചു അത്രേ. എന്തൊരു ചാണകം ഇടുന്നത്? 42 ലക്ഷത്തിൻ്റെ തൊഴുത്തിലുള്ള പശുക്കൾ മുഴുവൻ ചാണകം ഇട്ടിട്ട് ചാണകത്തിന് 5 ലക്ഷത്തിൻ്റെ ഫണ്ട്, ചാണക കുഴിക്ക്, അതിന് കാശുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ സോഫ്റ്റ്വെയർ നവീകരിക്കാൻ 2 കോടി സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ. നിങ്ങൾക്ക് എല്ലാ ദൂരത്തിനും കാശുണ്ട്. ഇന്നലെ നമ്മുടെ തോമസ് മാഷ്ക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറിന്, അദ്ദേഹത്തിന് തന്നെ അവിടെ ജോലിയില്ലാണ്ടിരിക്കുക. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ശമ്പളം, ഓണറിയം, അതിന് ലക്ഷങ്ങൾ. ഇതിനൊക്കെ കാശുള്ളപ്പോൾ നിങ്ങൾക്ക് വികസനത്തിന് കാശില്ല. എന്നിട്ട് MPമാരോട് പറയാണ്, നിങ്ങൾ പറയാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാശ് കിട്ടാറ്. അങ്ങനെ ഏർപ്പാടുണ്ടോ? എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു മാർക്സിസ്റ്റ് നേതാവ് പ്രസംഗിക്കുകയാണ്. ഇവിടുത്തെ MP യെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പോകുന്നില്ല എന്നോ
പ്രസംഗിക്കുന്നില്ല എന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അദ്ദേഹം പാർലമെൻറ്റിലും പോകുന്നുണ്ട്, പ്രസംഗിക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് കേരളത്തിനൊന്നും തരണ്ടാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ദൂർത്തടിക്കാൻ കാശ് കൊടുക്കണ്ട, പക്ഷേ അവകാശപ്പെട്ട് കൊടുക്കണം. അതിലെന്താ തെറ്റെന്താ? അത് തന്നെ ഞാനും പറഞ്ഞു, അത് തന്നെ ആൻ്റോ ആൻ്റണിയും പറഞ്ഞു. ഇവിടെ ഓരോ വകുപ്പെടുത്തു നോക്കൂ. കഴിഞ്ഞ ദിവസം ഈ യാത്രയിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, അദ്ദേഹത്തിന് തന്നെ പല കാര്യങ്ങളും എക്സംഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരു പാർട്ടി സർക്കാർ വിദ്യാലയം കണ്ടപ്പോൾ ഗസ്റ്റ് ഹൗസ് ആണെന്ന് ചോദിച്ചാൽ അത്ര മനോഹരമാണത്രേ, അവിടെ കയറി മുറി ചോദിച്ചു. ഇന്നലെ മന്ത്രി രാധാകൃഷ്ണന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊട്ടി വീണു. ഇന്നലെ ഈ പറഞ്ഞ് നാക്കെടുത്തിട്ടില്ല, മേൽക്കൂര തകർന്നു വീണു സർക്കാർ വിദ്യാലയത്തിൻ്റെ. ഞാൻ ചോദിക്കട്ടെ, ആ നിയോജക മണ്ഡലത്തിൽ വർഷങ്ങളായിട്ട് CPM-ന്റെ MLA-മാരല്ലേ? രാധാകൃഷ്ണനിടയ്ക്ക് UR പ്രദീപ്, അയാൾ മാർക്സിസ്റ്റുകാരനായിരുന്നു. ഇവിടുത്തെ സർക്കാർ വിദ്യാലയങ്ങൾ പലതും നല്ല കെട്ടിടങ്ങളായതിൻ്റെ കാരണം എന്താ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാനൊക്കെ MLA ആണ്, അന്ന് ഞങ്ങൾക്ക് 6 കോടിയുടെ ഫണ്ട് തന്നു ഒരു വർഷം ചെലവഴിക്കാൻ. ഇന്നിപ്പോൾ 7 അസംബ്ലികളിലെ MP-ക്ക് 5 കോടിയേ കിട്ടുന്നുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു MLA-ക്ക് 6 കോടി കൊടുത്തു. ഞാൻ അന്ന് MLA ആയി 8 വർഷം പ്രവർത്തിച്ച് വടകരയിലേക്ക് പോകുമ്പോൾ എൻ്റെ പഴയ നിയോജക മണ്ഡലത്തിലെ 98% സർക്കാർ വിദ്യാലയങ്ങൾക്കും MLA ഫണ്ട് കെട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ കാണാം. ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ CPM-ന്റെ MLA ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർ സർക്കാർ വിദ്യാലയങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുത്തില്ല? ഒരു MLA ഫണ്ട് വിനിയോഗിച്ചിരുന്നെങ്കിൽ മേൽക്കൂര തകർന്നു വീഴുമോ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ആ തകർന്നു വീണ കെട്ടിടത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ എന്താ? കുട്ടികൾ കളിക്കാൻ പുറത്തു പോയ നേരത്തായിരുന്നു കെട്ടിടം തകർന്നു. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താ? കുട്ടികൾ പുറത്തു പോകല്ലേ നമ്മുടെ സംസ്ഥാനത്തെ? ഞാനത് തിരുവല്ലയിൽ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ എത്രയോ കുട്ടികൾ പുറത്തു പോയി. എന്താ കാരണം പുറത്തു പോകാൻ? പുറം രാജ്യത്ത് പോകാൻ ഇഷ്ടമുണ്ടായിട്ടാണോ? അല്ല. കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ആകെ താളം തെറ്റിയിരിക്കുന്നു. ചാൻസലറും വൈസ് ചാൻസലർമാരും തമ്മിൽ സംഘർഷം, ചാൻസലറായ ഗവർണറും മുഖ്യമന്ത്രിയായിട്ടുള്ള സംഘർഷം. ഇതിൻ്റെ ഇടയിൽ പാവം കുട്ടികൾ കഷ്ടപ്പെടുക. 1952 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത അന്നത്തെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ് ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വൈസ് ചാൻസലർ ഇല്ല, അഡീഷണൽ ചാർജാണ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ UGC മാനദണ്ഡം ലംഘിച്ച് നിയമിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പിരിച്ചുവിട്ടു. അങ്ങ് വടക്കേറ്റത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ സുപ്രീം കോടതി പിരിച്ചുവിട്ടു. ഇപ്പൊ തെക്കും വടക്കും യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ കേരളത്തിലെ 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും? വൈസ് ചാൻസലർമാരല്ലേ പരീക്ഷ നടത്തേണ്ടത്? വൈസ് ചാൻസലർമാരല്ലേ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടേണ്ടത്? ഇത് രണ്ടും സാധ്യമാവാതെ വന്നപ്പോൾ പാവം കുട്ടികൾ സംസ്ഥാനം വിട്ടുപോവുക. ഗവർണർ എന്താ ചെയ്യുന്നത്? സംഘികളെ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. പിണറായി പറയുന്ന എന്താ? ഞങ്ങളുടെ പാർട്ടിനെ നോമിനേറ്റ് ചെയ്യണം. തർക്കം 2 കാര്യത്തിലാണ്. ഒരാൾ സംഘീനെ വെക്കാൻ പറയുന്നു, മറ്റേ ആൾ മാർക്സിസ്റ്റുകാരെ വെക്കാൻ പറയുന്നു. ഞങ്ങൾ പറയുന്നു രണ്ടും തെറ്റാണ്. ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെന്തൊന്നും പറയാത്തൊന്നും. ഞങ്ങൾ എന്തിനാ പറയുന്നത്? സംഘിയും മാർക്സിസവും തമ്മിലുള്ള സംഘർഷത്തിൽ ഞങ്ങൾക്ക് എന്താ റോള്? ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യം എന്താ? ഒരു പൊതു മാനദണ്ഡം വേണം എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ നോമിനേഷന്? അത് പാലിച്ചോ? ഞാൻ പറയുന്നു രണ്ടും കണക്കാണ്. ഗവർണറാണോ മെച്ചം, മുഖ്യമന്ത്രിയാണോ മെച്ചെന്ന് ചോദിച്ചാൽ ഈനാമ്പേശിയാണോ മെച്ചം, മരപ്പെട്ടിയാണോ മെച്ചെന്ന് ചോദിക്കുന്ന പോലെയാണ്. രണ്ടും കണക്കാണ്. ആര് ജയിച്ചു? ഗവർണർ ജയിച്ചോ മുഖ്യമന്ത്രി ജയിച്ചോ? ഞാൻ പറയുന്നു പാവം കുട്ടികൾ തോറ്റു. അതല്ലേ എൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. ഗവർണറെ കരിങ്കൊടി കാണിച്ച് SFI-കാർ. നവകേരള യാത്രയ്ക്ക് നമ്മുടെ യൂത്ത് കോൺഗ്രസും KSUവും മഹിളാ കോൺഗ്രസും കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ നേരിടാൻ മുഖ്യമന്ത്രി പറഞ്ഞു അവരെ തല്ലുക,
തല്ലിയ കുഴപ്പമില്ല, അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. ഗവർണർക്ക് നേരെ SFI കരിങ്കൊടി കാണിച്ചപ്പോഴോ അത് ജനാധിപത്യം. പിണറായിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ ജനാധിപത്യ വിരുദ്ധം. ഇതെങ്ങനെയാ ഒരേ വന്തിയിൽ രണ്ട് വിളമ്പ് എങ്ങനെയാ ശരിയാവുക? പക്ഷേ ഗവർണറെ കരിങ്കൊടി കാണിച്ച് അദ്ദേഹത്തിന്റെ കാറിന്റെ അടുത്ത് പോയി ബോണറ്റിൽ 2 അടിയടിച്ചപ്പോ ബ്ലഡി റാസ്കിൾസ് എന്ന് വിളിച്ചുകൊണ്ട് അയാൾ കാറിന്നിറങ്ങി. അതോടുകൂടെ ഇരട്ട ചങ്കന്റെ അനുയായികൾ, അദ്ദേഹം ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ പോയ ആളാണ്. അതിലും നന്നായി SFIക്കാർ ഓടി. ആ ഓട്ടം അല്ല ഏഷ്യാഡിലോ ഒളിമ്പിക്സിലോ ആയിരുന്നെങ്കിൽ സ്വർണ്ണ മെഡൽ നമുക്ക് ഉറപ്പായിരുന്നു. നമ്മൾ അമ്മായി ഓട്ടാ ഓടിയത്. പിന്നെ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല. ഗവർണർ പറഞ്ഞു ഞാൻ 3 ദിവസം അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ആരും കരിങ്കൊടി കാണിച്ചില്ലല്ലോ, കാണിക്കാൻ ധൈര്യം ഉണ്ടായോ? അവസാനം എന്ത് പറ്റി? മിഠായി തെരുവിലൂടെ ഗവർണർ ഇറങ്ങി നടന്നു. അയാൾക്ക് പ്രമേഹ രോഗമുണ്ട്. എല്ലാ അലുവക്കടയിൽ മുഴുവൻ കയറി അലുവയും തിന്നു. അദ്ദേഹം പറഞ്ഞു ആരുണ്ട് എന്നെ തടയാൻ? നാണം കെട്ട മുഖ്യമന്ത്രി പറയാണ്, കണ്ടോ ഗവർണർ ഇറങ്ങി നടന്നത്? എന്താ അവിടെ ഇറങ്ങി നടക്കാൻ കാരണം? കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രായതുകൊണ്ടാണ് ഗവർണർ ഇറങ്ങി നടന്നത്. ഇങ്ങനെയുണ്ടോ നാണം കെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്? ഏത് വെല്ലുവിളിച്ചതാണ് ഗവർണറെ. ആള് വെല്ലുവിളി ഏറ്റെടുത്ത് മിഠായി തെരുവിലൂടെ ഇറങ്ങി നടന്നു. ഒരുത്തനും കരിങ്കൊടി കാണിക്കാനില്ല. അപ്പൊ പറയാണ് കരിങ്കൊടി കാണിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇവിടുത്തെ ക്രമസമാധാനം ഭദ്രാണ് എന്ന് ഗവർണറെ ബോധ്യപ്പെടുത്താണ്. ഇതാണ് നാണം കെട്ട ഏർപ്പാടെന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസവും ഈ സർക്കാർ നാറി നാറി പുളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവരെയൊക്കെ മുഖ്യമന്ത്രിനെ നല്ല സ്തുതിക്കാൻ വേണ്ടി ചില വിദ്വാന്മാരിറങ്ങിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് ഗുണത്തിലേറെ ദോഷമാണ്. ഇന്നലെ നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയുകയാണ് മുഖ്യമന്ത്രി സൂര്യന് തുല്യമാണ്. എന്താ സൂര്യന് തുല്യം? അടുത്ത് എന്നാൽ കരിഞ്ഞു പോകും. അത് ശരിയാ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശത്രുക്കൾ കരിയുന്നതാണ്, സൂര്യൻ്റെ അടുത്ത് പോലെ ആരും കരിയും. അപ്പോൾ ഏതായാലും ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്, ഇയാളുടെ അടുത്ത് പോയാലും മിക്കവരും കരിഞ്ഞു. അമ്മാരി ജനങ്ങളെ ദ്രോഹിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ നമ്മുടെ സജി ചെറിയ പറഞ്ഞു അദ്ദേഹത്തിനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ചിലരൊക്കെ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ സ്തുതിക്കാൻ പാടുണ്ടോ? ഒരു മുഖ്യമന്ത്രിനെ ആരാ വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കുക? ആരാ മുഖ്യമന്ത്രിനെ അപായപ്പെടുത്താൻ നോക്കുന്ന? കേരളത്തിൽ ആരുമില്ല. കാരണം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ദീർഘായുസോടെ ജീവിക്കണം എന്നാണ്. കാരണം ചെയ്ത പാപം ഇവിടെ തന്നെ തീരണം. ക്ലിഫ് ഹൗസിൽ നിന്ന് നാളെ തവനൂർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ജയിലിലൊക്കെ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് ദീർഘായുസോടുകൂടെ ജീവിച്ച് ചെയ്ത പാപം കേരളത്തിൽ തന്നെ തീരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദീർഘായുസിന് വേണ്ടിയാണ് ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രിനെ വണ്ടി ഇടിച്ചു കൊല്ലാനൊന്നും ആരും ശ്രമിക്കുന്നൊന്നുമില്ല. അങ്ങനത്തെ ധാരണയൊന്നും വേണ്ട. ഇവിടെ നേരത്തെ ശ്രീ ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്, BJPയും ഇവരുമായിട്ടുള്ള രഹസ്യബന്ധം. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തൃശ്ശൂർ വന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിച്ചു സ്വർണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉടനെ പറഞ്ഞു എന്താ അത് അന്വേഷിക്കേണ്ടത് കേന്ദ്രമല്ലേ? ശരിയാ, കേന്ദ്രം അന്വേഷിക്കണം. എന്താ അന്വേഷിക്കാത്തത്? എന്താ? സാധാരണ നരേന്ദ്രമോദി വാക്കുകൊണ്ടൊന്നും പറയാറില്ല, പ്രവർത്തിക്കാറേ ഉള്ളൂ. ഇവിടെ ഛത്തീസ്ഗഡിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇരുന്നപ്പോൾ EDനെ അയച്ചില്ലേ? അതുപോലെ തന്നെ രാജസ്ഥാനിൽ EDനെ അയച്ചില്ല എന്ന് ഗെഹ്ലോട്ടുള്ളപ്പോൾ ഇപ്പൊ ജാർഖണ്ഡിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയല്ലേ. കേജ്രിവാളിന്റെ അടുത്തേക്ക് EDനെ അയച്ചിട്ടില്ലേ? പക്ഷെ കേരളത്തിൽ മാത്രം വരുന്നുണ്ടോ ED? കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞതിൽ പ്രത്യേകതയുണ്ട്. സ്വർണത്തിന്റെ ഒന്നും ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരും തിരുവനന്തപുരം ഞങ്ങൾക്ക് ബാക്കിയൊക്കെ നിങ്ങളെടുത്തോ, നമുക്ക് 2 പേർക്കും കൂടെ കോൺഗ്രസിനെ ശരിയാക്കാം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ടൊന്നുമില്ല. ആ ധാരണയല്ലേ ഇപ്പോ BJP ആഗ്രഹിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പൊ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇപ്പൊ കോൺഗ്രസ് ഇല്ലാതാവണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും പറ്റിയത് മാർക്സിസ്റ്റ് പാർട്ടിയാ. അത് മാത്രമല്ല, അത് വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. തിരുവല്ലയിലാകുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ നിങ്ങളുടെ MLA ഉണ്ടല്ലോ, അദ്ദേഹം ഏത് മുന്നണിയിലാ? ഇവിടെ LDF, പുറത്തോ? ഇവര് ജനതാദൾ ഇനിയാണോ? ജനതാദളാണെങ്കിൽ
ആ ജനതാദളിന്റെ ഔദ്യോഗിക ജനതാദള് BJPയുടെ കൂടിയല്ലേ? കർണാടകത്തിൽ പരസ്യമായി സഖ്യം പ്രഖ്യാപിച്ചില്ലേ? പാവം നമ്മുടെ CK നാണുവേട്ടൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ തെറ്റിന് കൂട്ടുനിൽക്കില്ല. അവസാനം എന്താ? അദ്ദേഹത്തിനെ പുറത്താക്കി. ആര് പുറത്താക്കി? ദേവഗൗഡയും പുറത്താക്കി, മാത്യു ടി തോമസും പുറത്താക്കി. എന്താ നാണുവേട്ടൻ പറഞ്ഞ? എന്താ? BJPക്കെതിരെ ഉറച്ച നിലപാടെടുക്കണം. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പറയാണ്, കേരളത്തിലെ ജനതാദള് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റേത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല. ഞാൻ ചോദിക്കട്ടെ മാത്യു ടി തോമസിനോട്, നിങ്ങൾ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ലല്ലോ, നിങ്ങൾ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം കൂടിയല്ലേ? സംസ്ഥാന പാർട്ടിക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടാവുമോ? ഒരു സംശയമാണ്. അവിടെ ജോസഫ് പുതുശ്ശേരി ഇവിടെയുണ്ട്, അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. കേരള കോൺഗ്രസിന് അഖിലേന്ത്യാ ഭാരവാഹികളില്ലല്ലോ. എന്താ കാരണം? അത് സംസ്ഥാനത്ത് മാത്രമുള്ള പാർട്ടിയാണ്. നിങ്ങൾ പറയുന്ന ജനതാദള് സംസ്ഥാന പാർട്ടി മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും കേന്ദ്ര കമ്മിറ്റി അംഗത്വം രാജിവെക്കുന്നില്ല? ഇതും BJP CPM അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ്. അതാണ് കുമാരസ്വാമി പറഞ്ഞത്, ഞങ്ങൾ BJPയോടൊപ്പം ചേർന്നിട്ട് പോലും കേരളത്തിൽ ഞങ്ങളെ LDFൽ തുടരാൻ അനുവദിച്ച പിണറായി വിജയന്റെ മഹാമനസ്കതയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം, 2015 ശ്രീ വെള്ളാപ്പള്ളി നടേശൻ BDJS രൂപീകരിച്ചല്ലോ. ആ സമയത്ത് ഗൗരിയമ്മ UDF വിട്ട സമയമാണ്. ശ്രീ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിൽ JSSലെ ഒരു വലിയ ഭൂരിപക്ഷം വിഭാഗം UDFന്റെ കൂടെ വന്നു. പക്ഷേ രാജൻ ബാബു SNDP യോഗത്തിന്റെ ലീഗൽ അഡ്വൈസർ കൂടിയായിരുന്നു. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ ഹൈക്കോടതിയിൽ ഒരു കേസിന് SNDP ആയിട്ട് ബന്ധപ്പെട്ട കേസാണ്, അല്ലാണ്ട് വെള്ളാപ്പള്ളിയുടെ പേഴ്സണൽ കേസായിരുന്നില്ല. SNDP ആയി ബന്ധപ്പെട്ട കേസിൽ വെള്ളാപ്പള്ളിയോടൊപ്പം രാജൻ ബാബു സഞ്ചരിച്ചു എന്ന കാരണം പറഞ്ഞു. അന്ന് CPMന്റെ സെക്രട്ടറി ആയിരുന്ന പിണറായി പറഞ്ഞു, കണ്ടോ UDF BJP ബന്ധം. രാജൻ ബാബുവിലൂടെ UDF BJPയുമായി ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. ആ പാവം രാജൻ ബാബുവിനെ അന്ന് ഞങ്ങൾ വെറുതെ പുറത്താക്കിയ ആവശ്യമില്ല. ഇവിടെ പരസ്യമായി ജനതാദളും BJPയുമായി സഖ്യം ഉണ്ടാക്കിയിട്ട് പോലും അവർ കേരളത്തിൽ LDFന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. അപ്പൊ BJPയോട് സഹകരിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഞാനും ശ്രീ ആന്റണി ഉൾപ്പെടെ ഞങ്ങൾ 100 പേരെ ലോകസഭയിൽ നിന്നും 46 MPമാരെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ട് CRPC നിയമം, എവിഡൻസ് ആക്ട്, ഇതെല്ലാം പേരുമാറ്റി സഭയിൽ പാസ്സാക്കിയില്ലേ? ഞങ്ങളെല്ലാം ഔദ്യോഗിക പ്രതിപക്ഷത്തിനെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു, CPM ഉൾപ്പെടെ. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രഭാത സദസ്സിലോ നവകേരള സദസ്സിലോ ഒരിടത്തെങ്കിലും പിണറായി വിജയൻ അതിനെ വിമർശിച്ചോ? ഞങ്ങളെ 146 MPമാര് ഞങ്ങൾ മോഡിയോട് സമരം ചെയ്തിട്ടാണ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തല്ലാതെ പിണറായിയോട് സമരം ചെയ്തതിനല്ല. ആ ഞങ്ങളെ സസ്പെൻഡ് ചെയ്തപ്പോ ഒരക്ഷരം പറയാൻ പിണറായി തയ്യാറായില്ല. എന്താ കാരണം? അങ്ങനെ തയ്യാറായാൽ ED ക്ലിഫ് ഹൗസിലേക്ക് കയറും, ED സെക്രട്ടേറിയറ്റിലേക്ക് കയറും, പിന്നെ ശിഷ്ടകാലം ജയിലിലായിരിക്കും. അതുകൊണ്ട് ഒരക്ഷരം പറഞ്ഞില്ല പിണറായി. ഞാൻ പറയുന്നത്, കേരളത്തിൽ മാർക്സിസ്റ്റ് BJP രഹസ്യ ബാന്ധവമാണ് കേരളത്തിലുള്ളത്. അത് ഈ വിചാരണ സദസ്സിൽ ഞങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എത്രയോ പാവങ്ങളെ ദ്രോഹിക്കുന്ന ഈ ഭരണം. ഞാൻ ഒറ്റ കാര്യം മുഖ്യമന്ത്രിയോട് പറയുകയാണ്, നിങ്ങൾ 35 കൊല്ലം തുടർച്ചയായി ചോദ്യം ചെയ്യാത്ത ഭരണം നടത്തിയ ബംഗാളിൽ ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ 25 വർഷം നിങ്ങൾ ഭരിച്ച ത്രിപുരയിൽ ഇന്ന് നിങ്ങളുണ്ടോ? നിങ്ങളുടെ ഈ പ്രവൃത്തി നാളെ കേരളത്തിലും ഇതേ സ്ഥിതി നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന അവസ്ഥയിലാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്.
കഴിഞ്ഞ തവണ നിങ്ങൾക്കൊരു കോവിഡ് ഉണ്ടായിരുന്നു പിടിവള്ളിയായിട്ട് ഒരു ഭരണ തുടർച്ചയ്ക്ക്. ഇനി ഒരിക്കൽ ചക്കയിട്ട് മുയൽ ചത്തുവെന്ന് വിചാരിച്ചിട്ട് എന്നും ചക്കയിട്ട് വീഴുവില്ല, മുയലൊട്ട് ചാവൂല്ല. ഇവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നലെ ഞാൻ കോഴിക്കോടുള്ളപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പഞ്ഞി പോലുമില്ല. സാധാരണക്കാരൻ പോകുന്ന ആശുപത്രിയല്ലേ, പഞ്ഞിയില്ല. ഇന്ന് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കേരളത്തിലാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഏതാണ്ട് 12 പേർ കോവിഡ് ബാധിച്ച് കേരളത്തിൽ മരിച്ചു. ഇതൊക്കെ നോക്കാൻ ആരോഗ്യമന്ത്രിക്ക് സമയമുണ്ടോ? ഞാൻ അവരോടൊരു കാര്യം വിനയപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള MLAയും മന്ത്രിയല്ലേ? ഈ ജില്ലയിലല്ലേ ജസ്റ്റിസ് ഫാത്തിമ ബീവി മരണപ്പെട്ടത്? സുപ്രീം കോടതിയിലെ ആദ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ജഡ്ജി. അവര് മരിച്ചപ്പോ നിങ്ങൾക്ക് റീത്ത് വയ്ക്കാൻ സമയമുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, ഈ യാത്ര കൊണ്ട് എന്ത് നേട്ടമുണ്ടായത്? എല്ലാ മന്ത്രിമാരെയും കൊണ്ടുള്ള ഈ യാത്ര കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? എന്നിട്ട് അവര് കഴിഞ്ഞ ദിവസം പറയുകയാണ് കോൺഗ്രസ് നശിക്കാൻ പോവാണ്. ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, വളരെ ബഹുമാനത്തോടെ പറയുകയാണ്, ഈ പണി നിങ്ങൾക്ക് പറ്റിയതല്ല. നിങ്ങൾക്ക് പഴയ പണിയായിരുന്നു ഏറ്റവും നല്ല വാർത്ത വായിക്കുന്ന പണി. അല്ലാതെ ഈ മന്ത്രി പണിയും പറ്റിയതല്ല, ആരോഗ്യ വകുപ്പും പറ്റിയതല്ല. വയനാട് ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരാളെ ഹെർണിയ ഓപ്പറേഷന് കയറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഹെർണിയ മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഭാഗവും കാണാണ്ടായി. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം മൂലക്കുരുവിന് ഓപ്പറേഷന് പോലത്തെ അവസ്ഥ എന്തായിരിക്കും? അതാണ് സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി. അപ്പോൾ ഓരോ വകുപ്പുകളെടുത്താലും പരാജയത്തിൻ്റെ പര്യായങ്ങളായി സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2 സർക്കാരുകളും, നരേന്ദ്രമോദിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാരണ ഇന്ത്യയുടെ ചക്രവർത്തി ഇതാണ്, പിണറായിയുടെ ധാരണ ഇയാൾ തമ്പുരാനാണ്. അപ്പോൾ ചക്രവർത്തിയും തമ്പുരാനും. ഈ ഭരണം അവസാനിപ്പിക്കാൻ ആദ്യം കിട്ടുന്നൊരു സന്ദർഭമാണ് അടുത്ത ലോക്സഭാ ഇലക്ഷൻ. ഏത് സമയത്തും ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ. അപ്പോൾ കേരളത്തിൽ 20-20 UDF ജയിച്ചു വരണം. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അതിപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യ മുന്നണിയിലുണ്ടല്ലോ, അവർ ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ കൂടെയല്ലേ? അല്ല. കാരണം പിണറായിക്ക് നരേന്ദ്രമോദിയേറ്റ കൂടുതൽ ബന്ധം. കേരളത്തിൽ നിന്നൊരു മാർക്സിസ്റ്റുകാരൻ ജയിച്ചാൽ ആ മാർക്സിസ്റ്റുകാരൻ പിണറായി പറയുന്ന പോലെ കേൾക്കൂ. കേരളത്തിന് പുറത്ത് ജയിച്ചു വന്നാൽ അവരൊക്കെ കോൺഗ്രസിന്റെ കൂടെ ജയിച്ചു വരുന്നവരാണ്. അവർ യെച്ചൂരി പറഞ്ഞതേ കേൾക്കൂ. അപ്പോൾ യെച്ചൂരിക്കൊരു കരുത്ത് കിട്ടിയാലേ ഇന്ത്യ സഖ്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉറച്ചു നിൽക്കും. അപ്പോൾ യെച്ചൂരിക്ക് ശക്തി കിട്ടണമെങ്കിൽ പിണറായി ദുർബലനാവണം. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരൊറ്റ CPMകാരനെ ഡൽഹിക്ക് അയക്കാൻ പാടില്ല. അതായിരിക്കണം നമ്മുടെ തീരുമാനം. അതനുസരിച്ച് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുക, അതൊക്കെ പിന്നെ പറയേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മുമ്പുള്ള സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്കാണ് ഈ വീടുകളിലൊക്കെ അകത്ത് വരെ ചെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. ഞങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. ഒരു പരിധിക്ക് അപ്പുറം പോയാൽ സുരേഷ് ഗോപി കൈവച്ച പോലെ ഇരിക്കും. പക്ഷെ അതുകൊണ്ട് സ്ത്രീകൾ തന്നെ എല്ലായിടത്തും ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞ് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2020 നമുക്ക് അടിക്കണം. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുറ്റവിചാരണ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.